മേക്കിംഗ് സാമ്പിൾസ് ഓഫ് നെക്ക് എഡ്ജ് ഫിനിഷിംഗ് എന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെഷന്റെ അവസാനം ഫേസിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യാൻ കഴിയും. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ ഒരെണ്ണം, അയൺ ബോക്സ് ഒരെണ്ണം, ഹാൻഡ് നീഡിൽ ഒരെണ്ണം, സിസേഴ്സ് ഒരെണ്ണം, ഡ്രസ് മേക്കർ സ്പിൻ 1 ബോക്സ്, ലോങ് ക്ലോത്ത് ഓർ പോപ്ലിൻ 1 മീറ്റർ, സൂയിങ് ത്രെഡ് ഒരെണ്ണം. ഔട്ട്സൈഡ് ഫേസിംഗ്. ഔട്ട്സൈഡ് ഫേസിംഗ് റൈറ്റ് സൈഡ് ഓഫ് ദി ഗാർമെന്റിൽ നന്നായിട്ട് തന്നെ വിസിബിൾ ആയിരിക്കും. ഇതൊരു ഡെക്കറേറ്റീവ് ഫിനിഷിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറ്. മാത്രമല്ല നെക്ക് ലൈൻ അല്ലെങ്കിൽ ആം ഹോളിന്റെ റോ എഡ്ജസ് ഇത് ഹൈഡ് ചെയ്യും. ഔട്ട്സൈഡ് ഫേസിംഗ് എന്നത് ഒരു നാരോ ഷേപ്ഡ് ഫേസിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബയസ് കട്ട് ഫേസിംഗ് ആയിരിക്കാം. ഫസ്റ്റ് ഇത് റോങ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യുക. ശേഷം ഇത് റൈറ്റ് സൈഡിലേക്ക് ഫോർവേഡഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യും. അപ്പോൾ അത് റൈറ്റ് സൈഡ് ഓഫ് ദ ഗാർമെന്റിൽ കാണുന്ന രീതിയിൽ ഫിനിഷ്ഡ് ഓഫ് ആവും. സെൽഫ് ഫേസിംഗ്. സെൽഫ് ഫേസിംഗ് നമുക്ക് ഏതൊരു സെയിം ഫാബ്രിക് അല്ലെങ്കിൽ അതർ ഫാബ്രിക്കിൽ നിന്ന് പോലും ഉണ്ടാക്കാൻ പറ്റും. ഇത് മെയിൻ ഫാബ്രിക്കിനേക്കാളും ലൈറ്റർ ആയിരിക്കണം. ഡാർക്കർ ഇന്റർഫേസിംഗ് ഡാർക്കർ കളേഴ്സിനാണ് ചൂസ് ചെയ്യാറ്. ഇത് തന്നെ സീംസ് വളരെ ബൾക്കി ആണെങ്കിൽ എഡ്ജിൽ നിന്ന് കുറച്ച് മാറി ഇന്റർഫേസിംഗ് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ ഇന്റർഫേസിങ്ങിനെ നമുക്ക് സീമോടെ ചേർത്ത് സ്യൂൺ ചെയ്യാവുന്നതാണ്. ബയാസ് ഫേസിംഗ്. ബയാസ് ഫേസിംഗ് എന്നുവെച്ചാൽ ബയാസിൽ നിന്നും ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് കട്ട് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഒരു കേർവ് കൺഫേം ആവുന്ന പോലെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റൂ. ബയാസ് ഫാബ്രിക്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷിയർ ഫാബ്രിക്സിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ മാത്രമേ ത്രൂ ആയിട്ട് കാണിക്കുന്ന ഒരു വൈഡ് ഫേസിംഗ് എലിമിനേറ്റ് ചെയ്യുക. ബയാസ് ഫേസിംഗ്സ് ചിൽഡ്രൻസ് ഗാർമെന്റ്സിലും യൂസ് ചെയ്യാറുണ്ട്. ലൈനിങ് ഫാബ്രിക്കിലുള്ള ബയാസ് സ്ട്രിപ്സ് ബൾക്കി ഫാബ്രിക്സിലുള്ള ഹെവി ഷേപ്ഡ് ഫേസിംഗ്സിനെ എലിമിനേറ്റ് ചെയ്യും. വർക്കിംഗ് മെത്തേഡ് ഓഫ് ബയാസ് ഫേസിംഗ്. ബയാസ് സ്ട്രിപ്പ് ട്വൈസ് ആസ് വൈഡ് ആയിട്ട് കട്ട് ചെയ്യുക. ഇത് ആവശ്യമുള്ള ഫിനിഷ്ഡ് വിഡ്ത്ത് പ്ലസ് ദ വിഡ്ത്ത് ഓഫ് 2 സീം അലവൻസിന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതിന്റെ ലെങ്ത് നിർബന്ധമായിട്ടും എഡ്ജ് അറ്റ് ദ സീം ലൈൻ പ്ലസ് 2 ഇഞ്ച് ഉണ്ടാവേണ്ടതുണ്ട്. റോങ് സൈഡ്സ് ഒന്നിച്ചു വെച്ച് ഹാഫ് ലെങ്ത് വൈസിന് സ്ട്രിപ്പ് ഒന്നിച്ച് ഫോൾഡ് ചെയ്യുക. ഇത് സ്റ്റീം അയൺ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. അപ്പോഴേ ഈ സ്ട്രിപ്പ് എഡ്ജുമായിട്ട് സെയിം ആയിട്ടുള്ളതുപോലെ തോന്നും. ശേഷം അത് ഫിറ്റ് ആവും. റോ എഡ്ജസ് ഈവൺ ആയിട്ട് വെക്കുക. എഡ്ജസ് നല്ല ഈവൺ ആയിട്ട് വെച്ച് സ്ട്രിപ്പ് ഗാർമെന്റുമായിട്ട് ചേർത്ത് ബാസ്റ്റ് ചെയ്യുക. അതിനുശേഷം സ്ട്രിപ്പ് ഗാർമെന്റുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. ബയാസ് സ്ട്രിപ്പ് ഇൻവേർഡ് കേഴ്സുമായിട്ട് ചേർത്ത് ഈസ് ചെയ്തിട്ട് ഔട്ട്വേർഡ് കേഴ്സുമായിട്ട് സ്ട്രെച്ച് ചെയ്യുക. സീം അലവൻസസ് ഗ്രേഡ് ചെയ്യുവാൻ ഫേസിംഗ് ട്രിം ചെയ്യുക. ഇത് ഗാർമെന്റ് സീം അലവൻസസിനേക്കാളും നാരോ ആയിരിക്കണം. എവറി ഹാഫ് ഇഞ്ചിന് ഇൻവേർഡ് കേവിലുള്ള സീം അലവൻസസ് ക്ലിപ്പ് ചെയ്യുക. ഫേസിംഗ് ഇൻസൈഡിലേക്ക് ടേൺ ചെയ്ത് അതിനെ അണ്ടർസ്റ്റിച്ച് ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ സീം ലൈൻ സ്ലൈറ്റ് ആയിട്ട് ഇൻസൈഡിലേക്ക് റോൾ ആവും. എൻഡ്സ് ട്രിം ചെയ്തിട്ട് അത് ഗാർമെന്റ് ഓപ്പണിംഗിലേക്ക് 1/4 ഇഞ്ചസ് അണ്ടർ ആയിട്ട് ടേൺ ചെയ്യുക. ഗാർമെന്റിന്റെ ഇൻസൈഡിൽ ഉള്ള ഫേസിംഗ് എഡ്ജസ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കോമ്പിനേഷൻ ഫേസിംഗ്. കോമ്പിനേഷൻ ഫേസിംഗിനെ നമുക്ക് ഓൾ ഇൻ വൺ ഫേസിംഗ് എന്നും വിളിക്കാം. ഇത് ഒരു ഡ്രസ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയ ബ്ലൗസിന് പോലും നീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഈ കോമ്പിനേഷൻ 2 ഏരിയാസിനും ഒരേ ഫേസിംഗ് യൂസ് ചെയ്ത് നെക്ക് ആൻഡ് ആം ഹോളിനെ നീറ്റനിങ് ചെയ്യുന്നതാണ് ഇതിന്റെ ജോബ്. വർക്കിംഗ് സ്റ്റെപ്സ് ഫോർ കോമ്പിനേഷൻ ഫേസിംഗ്. ഡ്രസ് ഫാബ്രിക്കിലുള്ള ഫേസിംഗ് കട്ട് ചെയ്യുക. ശേഷം റോങ് സൈഡിലുള്ള ഇന്റർഫേസിനെ അയൺ ചെയ്യുക. ഫേസിംഗുമായിട്ട് ഷോൾഡർ സീം മാച്ച് ചെയ്യുക. ശേഷം അതിന്റെ പ്ലേസിൽ സ്റ്റിച്ച് ചെയ്യുക.
ഷോൾഡർ സീംസ് ഓപ്പണായി വെച്ച് പ്രസ് ചെയ്യുക. ഗാർമെൻറ്റ്സിൻ്റെ റൈറ്റ് സൈഡ്സ് ടുഗദറായിട്ട് വെച്ച് ഷോൾഡർ സീംസ് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ സീംസ് ഓപ്പണായിട്ട് വെച്ച് പ്രസ് ചെയ്യുക. ഫേസിങ്ങിൻ്റെ റൈറ്റ് സൈഡ്സും ഗാർമെൻറ്റും ഒന്നിച്ച് വെച്ചതിന് ശേഷം നെക്ക് ലൈൻ ടുഗദറായിട്ട് സ്റ്റിച്ച് ചെയ്യുക. നെക്ക് ലൈനിൻ്റെ കേർവ്സ് ട്രിം ചെയ്ത് അതിനുശേഷം ക്ലിപ്പ് ചെയ്യുക. ഗാർമെന്റ് നേരെ ഫ്ലാറ്റ് ആയിട്ട് വെച്ച് ആം ഹോളിനെ ഒന്നിച്ച് വെച്ച് പിൻ ചെയ്യുക. ശേഷം മെഷീൻ സ്റ്റിച്ച് ചെയ്യുക. ആം ഹോൾ ട്രിം ചെയ്ത ശേഷം ക്ലിപ്പ് ചെയ്യുക. ഇത് രണ്ട് ഭാഗത്തും റിപ്പീറ്റ് ചെയ്യുക. ഇനി ഗാർമെന്റ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. പ്രസ്. ഗാർമെന്റിന്റെ സൈഡ് സീംസ് മെഷീൻ സ്റ്റിച്ച് ചെയ്യുക. ഇത് റൈറ്റ് സൈഡ്സിനെ ഒന്നിച്ച് വെച്ച് സൈഡ് സീംസ് അലവൻസിന്റെ കൂടെ ഉണ്ടാവണം. കൂടാതെ ഇത് ആം ഹോൾ പാർട്ടിന്റെ താഴെയുള്ള ഫേസിംഗ് ആയിരിക്കണം. ടിപ്സ് ഫോർ അപ്ലൈയിങ് ഫേസിംഗ്സ്. ഫേസിംഗ്സ് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ചില ടിപ്സ് താഴെ കൊടുത്തിരിക്കുന്നു. ബൾക്ക് റെഡ്യൂസ് ചെയ്യുവാൻ വേണ്ടി ഗാർമെന്റിന്റെ ലൈറ്റ് വെയ്റ്റിലുള്ള ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ ഷേപ്പ്ഡ് ആൻഡ് ബയാസ് ഫേസിംഗ്സ് രണ്ടും തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് പാറ്റേൺ ആൾട്ടർ ചെയ്തെടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഫേസിംഗ്സ് അല്ലെങ്കിൽ ഇന്റർഫേസിംഗ്സ് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആൾട്ടർ ചെയ്യണം. ബട്ടൺ ഹോൾസ് ഉള്ള രീതിയിൽ ഒരു ഫേസിംഗ് ഇന്റർഫേസ് ചെയ്യുക. ഫേസിംഗ്സ് നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കാൻ ഇൻവേർഡ് കർവ്സ് ക്ലിപ്പ് ചെയ്തിട്ട് ശേഷം ഔട്ട്വേർഡ് കർവ്സ് നോച്ച് ചെയ്യണം. അണ്ടർ സ്റ്റിച്ച് ഷേപ്പ്ഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ഫേസിംഗ് ഗാർമെന്റിന്റെ ഔട്ട്സൈഡ് റോൾ ആകാത്ത രീതിയിൽ നോക്കണം. ഫേസിംഗ്സിന്റെ ഔട്ടർ എഡ്ജസ് ഫിനിഷ് ചെയ്യണം. ജനറലായിട്ട് സീംസിന് അപ്ലൈ ചെയ്യുന്ന അതേ ഫിനിഷിംഗ് ഫേസിംഗ് എഡ്ജസ് ഫിനിഷിംഗ് ചെയ്യാനും ഉപയോഗിക്കാം. റാവലിംഗ് പ്രിവെന്റ് ചെയ്യുവാൻ വേണ്ടി ലീസ്റ്റ് ബൾക്കി സീം ഫിനിഷ് ഉപയോഗിക്കാം. ഫേസിംഗ്സ് സീമിൽ വെച്ചുകൊണ്ട് വേണം ടാഗ് ചെയ്യാൻ, അതായത് അണ്ടർ ആം സീം അല്ലെങ്കിൽ സൈഡ് സീം. ഗാർമെന്റിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഔട്ടർ ഫേസിംഗ് എഡ്ജസിനെ ഹാൻഡ് സ്റ്റിച്ചിങ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗാർമെന്റ്സ് കാണാൻ പെക്കേർഡ് അല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ലുക്ക് ആയിരിക്കും. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ പഠിച്ചത് ഫേസിംഗ് ഉപയോഗിച്ച് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യുക എന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.